KTU ഡിജിറ്റൽ സർവകലാശാല സ്ഥിരം VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ചെയർമാനായി റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ സുപ്രീം കോടതി നിയമിച്ചു. സമിതിയിലേക്ക് 2 പേരെ വീതം ഗവർണറും സർക്കാരും നൽകണം. 2 ആഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കുകയും VC നിയമനം 2 മാസത്തിനകം പൂർത്തീകരിക്കുകയും വേണം. താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്ന സർക്കാർ ആവശ്യം പിന്നീട് പരിഗണിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, ഈ സമിതിയിലേക്ക് 2 പേരെ നൽകുന്ന നടപടി പൂർത്തിയാക്കുന്നതിനൊരു കാലപരിധി വെച്ചിട്ടുണ്ടോ കോടതി? എന്തായാലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും അതുപോലെ ഗവർണറും പട്ടിക കൈമാറിയിട്ടുണ്ട്. 2 പേരെ വീതം നോമിനിയായിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജസ്റ്റിസ് ആദ്യം തന്നെ ഈ നടപടികൾ ആരംഭിച്ച സമയം തന്നെ സംസ്ഥാന സർക്കാർ വാദിച്ചത് ബംഗാളിന് സമാനമായി തന്നെ വിരമിച്ച ജഡ്ജിയെ അധ്യക്ഷനാക്കി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു. അത് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് JB ബർദേവര അധ്യക്ഷനായ ബെഞ്ചാണ് ഇതിന് അംഗീകാരം നൽകിയത്. റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സെർച്ച് കമ്മിറ്റി ആയിരിക്കും ഇനിയിപ്പോൾ വൈസ് ചാൻസലറെ തീരുമാനിക്കുക. സംസ്ഥാനത്തിന്റെയും ചാൻസലറുടെയും 2 വീതം നോമിനിമാർ അടങ്ങിയ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജയദീപ് ഗുപ്തയാണ് സംസ്ഥാനത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. സ്ഥിരം VC നിയമനത്തിന് സംസ്ഥാനവും ചാൻസലറും നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. 2 പേരാണ് ഇതിപ്പോൾ സംസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ ഗവർണറുടെയും ചാൻസലർമാരായി ഇതിലേക്ക് വരിക. എന്തായാലും 2 ആഴ്ചക്കുള്ളിലാണ് ഈ സമിതി രൂപീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. VC നിയമനത്തിന് പരസ്യം നൽകണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഈ പരസ്യം നൽകേണ്ടതെന്നും അപേക്ഷ സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 2 സർവകലാശാലകൾക്ക് VC നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഓരോ സിറ്റിംഗിനും 3.5 ലക്ഷം രൂപ ഓണറേറിയമായിട്ട് ഈ ചെയർപേഴ്സൺ നൽകുക, അതായത് റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ധൂലിക്ക് നൽകണമെന്നുള്ള നിർദ്ദേശവും കൂടി ഇപ്പോൾ സുപ്രീം കോടതി വെച്ചിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ നടപടികളുടെ പുരോഗതി അറിയിക്കണമെന്നും സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൂടി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി വെച്ചിരിക്കുന്നത്. ശരി, എന്തായാലും KTU ഡിജിറ്റൽ VC നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കം ഏറെക്കുറെ സമവായത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. സെർച്ച് കമ്മിറ്റി ചെയർമാനായി ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ സുപ്രീം കോടതി തന്നെ നിയമിച്ചിരിക്കുന്നു. സമിതിയിലേക്ക് 2 പേരെ വീതം ഗവർണറും സർക്കാരും നൽകണം. സജു തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.